ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ചാനൽ ഡ്രാമ മാജിക്. ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത് ഈ ഡ്രാമയുടെ 12ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം പാർക്ക് നോക്കുമ്പോൾ സുപ്പീരിയറിന്റെ അസിസ്റ്റന്റിനെ ആരോ കൊല്ലാൻ ശ്രമിച്ചതായാണ് നമ്മൾ കണ്ടത്. അവനും ആംബുലൻസിനെ വിളിക്കാമെന്ന് പറയുമ്പോൾ അയാൾ ഇത് തടയുന്നു. നിന്റെ കയ്യിലുള്ള വോക്കി ടോക്കിയിൽ ഞാൻ ലീയുടെ സൗണ്ട് കേട്ടു എന്ന് പാർക്കിനോട് പറയുന്നു. പാർക്കിന്റെ കയ്യിൽ നിന്നും ഇയാൾ ആ വോക്കി ടോക്കി എടുത്തു വെച്ചിരുന്ന സമയം സിഗ്നല് കണക്ട് ആയി ലീയുടെ സൗണ്ടും ഈ ആളും കേട്ട് ഞെട്ടുന്നു. ഇയാൾക്കറിയാം ലീ മരിച്ചുപോയി എന്ന കാര്യം. അതിനുശേഷം ഞാനും ചെക്ക് ചെയ്തു, അത് അവിടെ തന്നെയുണ്ട്, ആ സ്റ്റെയറിന്റെ താഴെ. പാർക്കിനും അയാൾ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. അസിസ്റ്റന്റും ഞാനാണ് ലീയെ കൊന്നത്, എന്റെ കൈ കൊണ്ട്. എനിക്കതിൽ വല്ലാത്ത കുറ്റബോധമുണ്ട്. ലീ ജീവനോടെ ഉണ്ടെങ്കിൽ നീ അയാളോട് പറയണം, എനിക്ക് മറ്റു മാർഗമില്ലായിരുന്നു. പാർക്കും നിങ്ങൾ എന്തിനാണത് ചെയ്തതെന്ന് ചോദിക്കുന്നു. അസിസ്റ്റന്റും ഇതിന്റെ എല്ലാം തുടക്കം ഇഞ്ചുവിൽ നിന്നാണ് എന്ന് പറഞ്ഞ് അയാളും മരിക്കുന്നു. ഇവനും ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയം മറ്റു പോലീസുകാരും അങ്ങോട്ടേക്ക് വരുന്നു. അവരും അസിസ്റ്റന്റ് മരിച്ച കാര്യം അറിയുന്നു. അവർ നോക്കുമ്പോൾ പാർക്കിന്റെ കയ്യിലെ ബ്ലഡ് കണ്ട് ഇവൻ അയാളെ എന്തെങ്കിലും ചെയ്തതായിരിക്കുമെന്ന് കരുതി അവനോട് അയാളെ നീ എന്താ ചെയ്തതെന്ന് പറഞ്ഞ് ചൂടാകുന്നു. ശേഷം ഇവനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇവനും പറയുന്നത് അസിസ്റ്റന്റ് വിളിച്ചിട്ടാണ് അവിടേക്ക് പോയത്, ഒരു കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായി. എന്നാൽ ഞാൻ വരുന്നതിന് മുന്നേ ആരോ അയാളെ അറ്റാക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്നു. മറ്റെല്ലാവരോടും അസിസ്റ്റന്റിന്റെ കില്ലറിനെ കണ്ടുപിടിക്കാനായി സുപ്പീരിയർ ഓർഡർ കൊടുക്കുന്നു. എന്നാൽ കോൾഡ് കേസ് ടീമിനെ ഇതിൽ നിന്നും ഒഴിവാക്കുന്നതായും പറയുന്നു. കാരണം എല്ലാവർക്കും പാർക്കിനെ സംശയമുണ്ട്. ഒരു തവണ 2 പോലീസുകാർ വരുന്ന സമയം അസിസ്റ്റന്റ് പാർക്കിനോട് ക്യാബിനിൽ കയറരുതെന്ന് പറഞ്ഞ സംഭവം ഇവരും കണ്ടിരുന്നു. ഇവർ തമ്മിൽ വഴക്ക് കൂടുന്നതായാണ് ഇവരും കണ്ടത്. ശേഷം ഇവരും അസിസ്റ്റന്റിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അയാളുടെ മകൾക്ക് ബോൺമാരോ ക്യാൻസർ ആയിരുന്നു. 3 ദിവസം മുന്നേ അവൾ മരിച്ചുപോയി എന്ന് ഇവർക്ക് മനസ്സിലാകുന്നു. പക്ഷെ മകളുടെ കാര്യം മറ്റാരോടും അയാൾ പറഞ്ഞിരുന്നില്ല. പക്ഷെ സുപ്പീരിയറിന് ഇക്കാര്യം അറിയാമായിരുന്നു. അസിസ്റ്റന്റിന്റെ ഫോൺ റെക്കോർഡ്സ് പരിശോധിക്കുമ്പോൾ പാസ്റ്റില് ലീയെ കേസിൽ കുടുക്കിയ ഫിനാൻസുകാരനെ വിളിച്ചിരുന്നതായി കണ്ടെത്തി. അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അയാളും ഉഴപ്പൻ മട്ടിൽ ഉത്തരം കൊടുക്കുന്നു. അയാളും പോലീസുകാർ തമ്മിൽ നടക്കുന്ന വഴക്കിന് എന്നെ കൊടുക്കുന്നത് എന്തിനാ? കുറച്ചു ദിവസം മുന്നേ പാർക്ക് ഇയാളെ കാണാൻ വന്നതായും അസിസ്റ്റന്റിനെ കുറിച്ച് ചോദിച്ചതായും ആ പോലീസുകാരോട് ഇയാൾ പറയുന്നു. എല്ലാവർക്കും പാർക്കിനെ വീണ്ടും സംശയമാകുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആ കേസിനെ കുറിച്ച് മറ്റു പോലീസുകാരോട് ചോദിക്കുമ്പോൾ ആരും ഇവളോടൊന്നും പറയുന്നില്ല. പക്ഷെ ഇവൾക്ക് നന്നായി അറിയാം പാർക്ക് ഒരിക്കലും അയാളെ കൊല്ലാൻ ശ്രമിക്കില്ലെന്ന്. അവളും പാർക്കിനോട് അസിസ്റ്റന്റിനെ കുറിച്ച് എന്തന്വേഷിക്കാനാ നീ പോയതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവനും അസിസ്റ്റന്റ് മരിക്കുന്നതിന് മുന്നേ ലീ അയാൾ കൊന്നെന്ന കാര്യം പറഞ്ഞു എന്ന് ഹീറോയിനോട് പറയുന്നത്. ഹീറോയിനും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അസിസ്റ്റന്റ് എന്തിനത് ചെയ്യണം? പാർക്കും പറയുന്നത് അത് ഇഞ്ചു കേസാണ്, ലീയും അസിസ്റ്റന്റും ഒക്കെ മരിക്കാൻ കാരണം ആ കേസാണെന്ന് പറയുന്നു. ശേഷം പാസ്റ്റ് കാണിക്കാണ് ലീയും ഇഞ്ചു കേസ് അന്വേഷിക്കുകയാണ്. പാർക്കിന്റെ ചേട്ടനും ലീക്ക് 7 പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ കൊടുത്തിരുന്നു. അവരും സ്കൂൾ കൗൺസിൽ ലീഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ സ്കൂളിന്റെ പ്രിൻസിപ്പലിനെ കണ്ട് ആ 7 പേരെ കുറിച്ച് തിരക്കുന്നു. അയാളും അവർക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറയുന്നു. എന്നാലും ലീ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തരാനായി പറയുന്നു. ഇക്കാര്യം ഉടനെ തന്നെ ആ പ്രിൻസിപ്പൽ ഇഞ്ചു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെ വിളിച്ച് പറയുന്നു. അയാളും സുപ്പീരിയറിനോട് ലീ ആ 7 പേരെ കുറിച്ച് അന്വേഷിച്ച കാര്യം പറയുന്നു. എനിക്ക് തോന്നുന്നത് അയാൾക്ക് അവരാണത് ചെയ്തതെന്ന് മനസ്സിലായി കാണുമെന്നാണ്. സുപ്പീരിയറും ഇത് കേട്ട് ഷോക്കായിട്ട് ആ പോസ്റ്റ് ഇട്ടത് ആരാണെന്ന് അവന് മനസ്സിലായി കാണുമോ എന്ന് തിരക്കുന്നു. അത് അയാൾക്ക് മനസ്സിലായി കാണില്ലെന്ന് അയാളും പറയുന്നു. ആ 7 സ്റ്റുഡന്റ് കൗൺസിലിലെ പയ്യന്മാരാണ് ഇതിനെല്ലാം കാരണം. അവരിൽ ഒരാൾ തന്നെയാണ് ആ പോസ്റ്റ് സ്കൂൾ ഓൺലൈൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടത്. അതാരാണെന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ലീ എങ്ങാനും അവനെ കണ്ടെത്തിയാൽ നിന്റെയും എന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് പറയുന്നു. അയാളും ഞാൻ ആ 7 പേരോടും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. സുപ്പീരിയറും അത് മാത്രം പോരാ, എത്രയും വേഗം അവരെ ഇഞ്ചുവിൽ നിന്ന് മാറ്റണമെന്ന് പറയുന്നു. എന്തായാലും വെക്കേഷൻ അല്ലേ, ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞ് എവിടേക്കെങ്കിലും അയക്കാൻ പറയുന്നു. കട്ട് ചെയ്ത ലീ ആ 7 പേരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നോക്കുന്നു. ആ പോസ്റ്റ് ഇട്ട ആ പയ്യൻ ഫ്രണ്ട്സിനെ ചതിച്ചാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അവന്മാർ തെറ്റ് ചെയ്തിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ നടക്കുന്നത് കണ്ടിട്ട് ഇത് ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഇവനും ഇക്കാര്യം എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത്. ശേഷം ഒരു വില്ലോ ട്രീയുള്ള വീട്, ആ വീട്ടിൽ നിന്ന് 7 പേരിൽ ഉൾപ്പെട്ട പയ്യനെ അസിസ്റ്റന്റ് വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവനെ എത്രയും വേഗം ഇഞ്ചുവിൽ നിന്ന് മാറ്റി നിർത്താനാണ് ശ്രമം. ആ സമയം കൊണ്ട് തന്നെ ലീ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു.
അസിസ്റ്റന്റിനോട് നിങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ, എത്ര വേഗമാണ് നിങ്ങൾ അവനെ തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞ് ഇവനല്ലേ ആ പോസ്റ്റ് ഇട്ടത് എന്ന് ചോദിക്കുന്നു. അവന്റെ പേര് ജിൻ എന്നാണ്. അത് കേട്ട് അവനും ഞെട്ടുന്നു. ശേഷം സ്റ്റേഷനിലേക്ക് അവനെ കൊണ്ടുവരുന്നു. സുപ്പീരിയർ ഇത് കണ്ടിട്ട് അവന്റെ പാരന്റ്സിനെ ഉടനെ വിളിക്കണമെന്ന് പറയുന്നു. ജിന്നും പേടിച്ചിരിക്കുകയാണ്. ലീയും ആ പോസ്റ്റിനെ കുറിച്ച് തിരക്കുമ്പോൾ അവനൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ലീയും പറയുന്നത്, നിങ്ങളുടെ 7 പേരുടെയും പേഴ്സണൽ ഫയൽസ് ഞാൻ കണ്ടു. ബാക്കി 6 പേരും നീ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കാതെ നടക്കുന്നു. അവർ ക്ലാസ് ലീഡർ ആകാൻ മത്സരിക്കുന്നു. പക്ഷെ നീ ആ ഇൻസിഡന്റിന് ശേഷം ക്ലാസ്സിൽ ആബ്സെന്റ് ആകുന്നു, നേരത്തെ തന്നെ വീട്ടിൽ പോകുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നീ പലതവണ ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കാണാൻ പോയിരുന്നു അല്ലേ? നിന്റെ ഫോട്ടോ അവിടെയുള്ള നേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നീ അവരെ പോലെ അത്ര മോശക്കാരനല്ല. അതുകൊണ്ട് പറയേ, ആരാണ് ആ ഒന്നാമത്തെ ആൾ? നീയും അവളും തമ്മിൽ എന്താ ബന്ധം? ജിന്നും പറയുകയാണ്, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ ദിവസത്തിന് മുന്നെയാണ് ഞാൻ അവളെ കാണുന്നത് പോലും. 2 പേരും എന്നെ കാണാൻ വന്നിരുന്നു. ആ സംഭവം കാണിക്കുകയാണ്. പാർക്കിന്റെ ചേട്ടൻ ആ പെൺകുട്ടിയായ കങ്ങിനെ വിളിച്ചുകൊണ്ട് ജിന്നിന്റെ വീട്ടിലേക്ക് വരുന്നു. ജിന്നും ഇവളെ എന്തിനാ നീ ഇവിടെ കൊണ്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. പാർക്കിന്റെ ചേട്ടനും, രാവിലെ നിന്റെ വീട്ടിൽ ആരും കാണില്ലല്ലോ അല്ലേ? ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഇവിടെ വന്നോട്ടെ, അവൾക്ക് പഠിക്കാൻ പോകാൻ മറ്റൊരിടവുമില്ലെന്ന് പറയുന്നു. ജിന്നും നിന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നു. പാർക്കിന്റെ ചേട്ടനും, എന്റെ വീട് ഭയങ്കര ദൂരെയല്ലേ, നിനക്കറിയാമല്ലോ. ജിന്നും നിങ്ങൾ തമ്മിൽ ഡേറ്റ് ചെയ്യുകയാണോ എന്ന് തിരക്കുന്നു. പാർക്കിന്റെ ചേട്ടനും, അയ്യോ അങ്ങനെയൊന്നുമില്ലെന്ന് പറയുന്നു. ഞങ്ങൾക്ക് വെറും ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻ ആണെന്ന് പറയുന്നു. ശേഷം അവനും അവളെ പഠിപ്പിക്കുന്നു. അടുത്ത സംഭവം പറയുന്നതിന് മുൻപ് അവന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നു. ഇവൻ മൈനർ ആയതുകൊണ്ട് പാരന്റ്സിന്റെ പെർമിഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. ലീയും ആ പയ്യന്റെ അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അയാള് സമ്മതിക്കുന്നില്ല. ഇത് കണ്ട സുപ്പീരിയറും ആ പോസ്റ്റിൽ ഒരാളിൽ തുടങ്ങി 7 പേർ പിന്നെ 10 പേർ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. ആ ഒന്നാമത്തെ ആളെ കണ്ടെത്തിയാൽ പ്രശ്നം സോൾവ് ആകും. ആ ഒരാളെ കണ്ടെത്തണമെന്ന് പറയുന്നു. അധികാരമോ പണമോ ഇല്ലാത്ത അവൻ എന്ത് സംഭവിച്ചാലും ആരും അവനെ സഹായിക്കാൻ കഴിയാത്ത ഒരാളെ കണ്ടെത്തണം. സുപ്പീരിയർ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ 7 പേരെയാണ്. ആ 7 പേരും സൊസൈറ്റിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ മക്കളാണ്. അവരെ സംരക്ഷിച്ച് മറ്റൊരാളെ ബലി കൊടുക്കണം എന്നതാണ് ഇയാളുടെ ഉദ്ദേശവും. ആ പോലീസുകാരനും നമ്മൾ എങ്ങനെ ആ ഒരാളെ കണ്ടെത്തുമെന്ന് പറയുന്നു. സുപ്പീരിയറും, നീ ഇപ്പോൾ ജിന്ന് പറഞ്ഞത് കേട്ടില്ലേ? ആദ്യം തുടങ്ങിയത് അവനല്ലേ, അവനെ തന്നെ കൊടുക്കാമെന്ന് പറയുന്നു. അതായത് പാർക്കിന്റെ ചേട്ടനെ കൊടുക്കാമെന്നാണ് ഇവർ പറയുന്നത്. പ്രസന്റ് കാണിക്കാണ്. ഹീറോയിൻ പാർക്കിന്റെ വീട്ടിലേക്ക് വരുന്നു. അവൾ അവിടെ നോക്കുമ്പോൾ അവിടെ മുഴുവൻ ഇവൻ പഠിച്ച കേസ് ഫയൽസ് ആണ്. ഇവനും ഇഞ്ചു കേസിൽ ഇവൻ കളക്ട് ചെയ്ത കാര്യങ്ങൾ കൊടുക്കുന്നു. പക്ഷെ ഹീറോയിനും ഈ കേസ് ഫയൽ നോക്കുന്നതിന് മുൻപേ നിന്റെ കഥ എനിക്കറിയണം, നിന്റെ ചേട്ടന് എന്താണ് സംഭവിച്ചത് ചോദിക്കുന്നു. ശേഷം പാസ്റ്റ് കാണിക്കാണ്. പാർക്കിനെ ചേട്ടൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പോലീസുകാർ വന്ന് പാർക്കിന്റെ ചേട്ടനെ പിടിച്ചുകൊണ്ട് പോകുന്നു. കുഞ്ഞു പാർക്കും കരയുന്നുണ്ട്. അവനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് അവനും ഒറ്റയ്ക്കായിരുന്നു. ചേട്ടനെ കൊണ്ടുപോയിട്ട് കുറെ നേരമായിട്ടും കാണാത്തത് കൊണ്ട് അവനും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. അവനും ഒരു പോലീസുകാരനോട് ചേട്ടനെ കുറിച്ച് തിരക്കുമ്പോൾ അവനെ അയാൾ പിടിച്ച് പുറത്താക്കുന്നു. പാർക്കിന്റെ ചേട്ടനെ പോലീസ് പിടിച്ചതറിഞ്ഞ് പാർക്കിന്റെ അച്ഛനും അവന്റെ അമ്മയെ ഉപേക്ഷിച്ച് അവനെയും വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്നും പോകുന്നു. ശേഷം കുറെ നാൾ കഴിഞ്ഞ് ചേട്ടനെ കാണാനായി അവനും വീട്ടിലേക്ക് വരുന്നു. ആ സമയം ആത്മഹത്യ ചെയ്തു കിടക്കുന്ന അവന്റെ ചേട്ടനെയാണ് അവൻ കാണുന്നത്. ശേഷം അവന്റെ അച്ഛൻ അവനെ മറ്റൊരിടത്തേക്കാണ് കൊണ്ടുപോയത്. അവൻ ഇഞ്ചുവിലല്ല താമസിക്കുന്നത്. അവനും ഒരു സ്റ്റോറിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന സമയം ഇഞ്ചുവിൽ ഇവന്റെ ചേട്ടന്റെ കൂടെ പഠിച്ചൊരു പയ്യൻ ഇവനെ തിരിച്ചറിയുന്നു. അയാളും ആ കേസിനെ കുറിച്ച് പറയുന്നു. അന്ന് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മുടെ സ്കൂളിലെ ഒരു പയ്യനും നിന്റെ ചേട്ടൻ ആ പെൺകുട്ടിയെ ക്ലാസ് കട്ട് ചെയ്ത് ഒരു ബസ്സിൽ കയറ്റിക്കൊണ്ടു പോയതായി മൊഴി കൊടുത്തു. ഞങ്ങളും ഷോക്കായി. നിന്റെ ചേട്ടനെ ഞങ്ങൾക്ക് നന്നായി അറിയാം. അവൻ വളരെ ബ്രില്യന്റ് ആയിരുന്നു. അവൻ ഒരിക്കലും ക്ലാസ് കട്ട് ചെയ്യില്ല. പാർക്കും ചേട്ടനെതിരെ മൊഴി കൊടുത്തത് ആരാണെന്ന് ചോദിക്കുന്നു. ശേഷം പാർക്ക് അവനെ പോയി കാണുന്നു. നീ എന്തിന് എന്റെ ചേട്ടനോട് ഇങ്ങനെ ചെയ്തു എന്ന് തിരക്കുന്നു. എന്തിനാ നീ കള്ളം പറഞ്ഞത്? നീ എന്റെ ചേട്ടനെ കണ്ടിട്ടില്ല. നീ പറഞ്ഞത് കള്ളമാണെന്ന് പോലീസുകാരോട് പറയാൻ പാർക്ക് പറയുന്നു. എന്നാൽ അവനും പറയുന്നത് പോലീസുകാരാണ് എന്നോട് ഇങ്ങനെ പറയാനായി പറഞ്ഞതെന്ന് ഇവനോട് പറയുന്നു. പാർക്കും അത് കേട്ടിട്ട് ഷോക്ക് ആവുന്നു. എന്നാലും എന്താണ് സംഭവിച്ചതെന്ന് ഇവനും അറിയണമല്ലോ. ഇവന്റെ പുറകെ നടന്ന് അവൻ ചോദിക്കുന്നു. ആ സമയം അവന്റെ കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു. അവസാനം ചോദിച്ച് അവിടെ വഴക്കുണ്ടാവുന്നു. അവരെല്ലാവരും പാർക്കിനെ എടുത്തിട്ട് അടിക്കുന്നു. എന്നാലും അവൻ ഇഴഞ്ഞിഴഞ്ഞ് മറ്റവന്റെ അടുത്ത് പോയി ആരാണ് ചേട്ടനെ കുടുക്കിയതെന്ന് ചോദിക്കുന്നു. അവനും നിന്നോട് ഞാനത് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. പാർക്കും എന്റെ ചേട്ടനെ ഈ അവസ്ഥയിലാക്കിയവനെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറയുന്നു. അവനും പറയാണ്, എടാ നിന്റെ ചേട്ടൻ ഒരു കുറ്റവും ചെയ്യാതെ 1ാം പ്രതിയായതിന്റെ കാരണം നിനക്കറിയാമോ? അവന്റെ
കയ്യിൽ പണമില്ല, അധികാരമില്ല, നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് നീ ഇതൊക്കെ വിട്ട് നിന്റെ ജീവിതം നന്നായി നോക്കാൻ നോക്ക്. ആ ചേട്ടന്റെ അനിയനായതുകൊണ്ടാണ് ഞാനിത് നിന്നോട് പറയുന്നത്. പാർക്കിന് ഒരു കാര്യം മനസ്സിലായി. ആ കേസ് ആദ്യമേ തന്നെ ഫിക്സ്ഡ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്റെ ചേട്ടനെ അവർ കുടുക്കിയതാണെന്നും പറയുന്നു. ഹീറോയിനും ലീ ആ കേസ് അന്വേഷിക്കാനുള്ള സ്പെഷ്യൽ ടീമിൽ ഉണ്ടായിരുന്നു. എനിക്കും ഈ കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീ മറ്റെവിടേക്കും പോകരുത്. അസിസ്റ്റന്റിന്റെ കൊലപാതകത്തിൽ സസ്പെക്ട് നീയാണ്. ഞാൻ എന്തെങ്കിലും ഈ കേസിൽ അന്വേഷിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എന്റെ ഓർഡർ ഇല്ലാതെ എവിടേക്കും പോകരുതെന്ന് പറയുന്നു. ശേഷം പാസ്റ്റ് കാണിക്കാണ്. ലീയും ആ 7 പേരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അവർ 7 പേരും ആരോ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ പാർക്കിന്റെ ചേട്ടനാണ് ആ ഒരാൾ, അവനാണ് എല്ലാം തുടങ്ങി വെച്ചത് എന്നൊക്കെ മൊഴി കൊടുക്കുന്നു. ലീക്ക് സംശയം തോന്നി. നിങ്ങളെ ഇതാരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചതാണോ എന്ന് ചോദിക്കുന്നു. വിക്ടിമായ പെൺകുട്ടി കൊടുത്ത ആദ്യത്തെയും രണ്ടാമത്തെയും മൊഴിയിൽ ഇവരുടെ 7 പേരുടെയും പേരില്ലായിരുന്നു. മറ്റാരുടെയൊക്കെയോ പേരാണ് പ്രതി ചേർത്തിരുന്നത്. ജിന്ന് കൊടുത്ത സ്റ്റേറ്റ്മെന്റിലാണ് ഇവരും പ്രതികളാണെന്ന് ഇവർക്ക് മനസ്സിലായത്. പാർക്കിന്റെ ചേട്ടനെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് ലീയും കാണുന്നു. ശേഷം ലീ അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇവനും താനിത് ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. പക്ഷെ എല്ലാ വിറ്റ്നസും ഇവനെതിരെ മൊഴി കൊടുത്തത് കൊണ്ട് തെളിവുകളെല്ലാം ഇവനെതിരാണ്. പാർക്കിന്റെ ചേട്ടനും ലീയുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്ത്, ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു, ഞാനാണ് നിങ്ങൾക്ക് ഫോട്ടോ തന്നത്, അവരൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ലീയും എനിക്ക് ഫോട്ടോ തന്നത് നീ ആയിരുന്നോ എന്ന് ചോദിക്കുന്നു. പാർക്കിന്റെ ചേട്ടനും, ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എന്തിന് ഞാൻ ആ പിക്ചർ അവിടെ കൊണ്ട് വെക്കണം? ഞാനിത് ചെയ്തിട്ടില്ല. എനിക്കറിയാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അവരെല്ലാവരും കള്ളം പറയുകയാണ്. ലീക്കും അവൻ പറയുന്നത് സത്യമാണെന്ന് തോന്നി. ശേഷം ലീയും ജിന്നിന്റെ വീട്ടിൽ പോയി അവനെ കാണാൻ ശ്രമിക്കുന്നു. പക്ഷെ അവന്റെ അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ല. ആ വീടിന്റെ മുന്നിലുള്ള വില്ലോ ട്രീ ഇവനും ശ്രദ്ധിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ വില്ലോ ട്രീയുടെ കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. ശേഷം ലീക്കും ഒരു സംശയം തോന്നി. ഇവർക്ക് റിപ്പോർട്ട് ചെയ്ത ആ ക്രൈം സീനിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ അവിടെ കുറെ ബോട്ടിൽസും സിഗരറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പുതിയതുപോലെ ഉണ്ടായിരുന്നു. ആരോ കരുതി കൂട്ടി അവിടെ കൊണ്ടിട്ടതാണെന്ന് ഇവനും മനസ്സിലാകുന്നു. അവിടെ കച്ചവടം നടത്തുന്ന ഒരാളെ ലീയും കാണുന്നു. അയാൾ വർഷങ്ങളായി അവിടെ തന്നെ കച്ചവടം നടത്തുന്നതാണ്. സ്ഥലത്ത് ഹൈസ്കൂൾ സ്റ്റുഡൻസ് വന്ന കാര്യമൊന്നും ഇയാൾ കണ്ടിട്ടില്ലെന്ന് പറയുന്നു. ഇവരും ആ പോസ്റ്റിലുള്ള വില്ലോ ട്രീ ഹൗസ് എന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കിയാണ് ക്രൈം സീൻ കണ്ടുപിടിച്ചത്. പക്ഷെ ഇയാളും ആ സ്ഥലത്തെ വില്ലോ ട്രീ ഹൗസ് എന്നല്ല, വില്ലോ ട്രീ കേവ് എന്നാണ് പറയുന്നതെന്ന് പറയുന്നു. ലീക്കും എല്ലാം സെറ്റപ്പ് ആണെന്ന് മനസ്സിലാകുന്നു. ആദ്യം കണ്ട വിറ്റ്നസിനോട് ഇയാളും ഇക്കാര്യം തിരക്കുമ്പോൾ അവരും പോലീസുകാരാണ് ഞങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്, ഞങ്ങൾക്ക് പണം തന്നതും അവരാണെന്ന് പറയുന്നു. ശേഷം ലീയുടെ കൂട്ടുകാരനെ വിളിച്ച് ഇക്കാര്യം തിരക്കുമ്പോൾ അവനും ആ കേസിൽ തിരിമറി നടത്തുന്നതിന് പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിവന് മനസ്സിലാകുന്നു. ലീ ഒഴികെ എല്ലാവരും കള്ളന്മാരാണ്. പൈസ വാങ്ങി ഈ കേസ് അട്ടിമറിക്കാനായിരുന്നു അവരുടെ ശ്രമവും. ലീയും അവനോട് വഴക്ക് കൂടുന്നു. ലീക്കും അത് വിശ്വസിക്കാനാകുന്നില്ല. ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ഇവരും വഴക്കിട്ട് പിരിയുന്നു. ഇവർക്ക് നല്ല വിഷമമുണ്ട്. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ശേഷം ആ പെൺകുട്ടിയും മൊഴി കൊടുക്കുന്നു. അവളും പാർക്കിന്റെ ചേട്ടൻ തന്നെയാണ് പ്രതി എന്ന് പറയുന്നു. പക്ഷെ അവൾക്ക് അങ്ങനെ പറയണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ അവനാണ് പ്രതിയെന്ന് പറയേണ്ടി വരുന്നു. ലീക്കും അക്കാര്യം മനസ്സിലാകുന്നു. സുപ്പീരിയർ ആണ് ഇവളെ കൊണ്ടത് പറയിച്ചതെന്ന്. പ്രസന്റില് പാർക്ക് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ആ ഫിനാൻസുകാരനെ അവിടെ കാണുന്നു. അയാളുടെ കാറ് കാണുമ്പോൾ അന്ന് സുപ്പീരിയറിന്റെ അസിസ്റ്റന്റ് മരിക്കുന്ന ദിവസം ഇവൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇതേ കാർ കണ്ടതായി അവനും ഓർക്കുന്നു. ഇക്കാര്യം അവൻ ഹീറോയിനോടും പറയുന്നു. അസിസ്റ്റന്റിനെ കൊന്നത് ഈ ഫിനാൻസുകാരനാണ്. പക്ഷെ ഇത് അയാൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, മറ്റാരുടെ ഓർഡർ ആണ് അയാൾ അനുസരിച്ചത്. എന്നാലും ഇതുപോലുള്ള ആൾക്കാർ എന്തെങ്കിലും തെളിവ് സേഫ് ആക്കി വെച്ചിട്ടുണ്ടാകും. ആ കേസിലെങ്ങാനും പെട്ടാൽ ഊരിപ്പോരാനായി. ഇവരും ഫിനാൻസുകാരന്റെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു വീട് വന്ന് പരിശോധിക്കുന്നു. പക്ഷെ വീടിനകത്തു നിന്നും പ്രത്യേകിച്ചൊന്നും അവർക്ക് കിട്ടുന്നില്ല. പാർക്ക് പുറത്തു വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സ്റ്റെയർ കാണുന്നുണ്ട്. അസിസ്റ്റന്റ് മരിക്കുന്നതിന് മുന്നേ സ്റ്റെയറിനടിയിൽ എന്തോ ഉണ്ടെന്നും അത് അയാൾ കൺഫേം ചെയ്തെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫിനാൻസുകാരനും 2000 കാലഘട്ടത്തിലാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിയതും. ഇത്രയും കാലമായിട്ടും ഇയാളത് വിൽക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അസിസ്റ്റന്റ് മരിക്കുന്നതിന് മുന്നേ ഈ പ്രദേശത്തെങ്ങാനും വന്നോ എന്ന് കണ്ടുപിടിക്കാൻ ഹീറോയിനോട് പറയുന്നു. ശേഷം ഹീറോയിൻ പറഞ്ഞതനുസരിച്ച് കിമ്മും അത് നോക്കിയിട്ട് ആ അസിസ്റ്റന്റും മരിക്കുന്നതിന് 2 ദിവസം മുന്നേ ഇവിടെ അടുത്തുള്ള ടോൾ ഗേറ്റിൽ വന്നതായി അയാളും കണ്ടെത്തുന്നു. ഇതറിഞ്ഞ പാർക്കും ആ സ്റ്റെയറിന്റെ അടിയിലായി കുഴിക്കാനായി തുടങ്ങുന്നു.
അവിടെ നിന്ന് അവർക്ക് ഒരു സ്കെലറ്റൽ റിമൈൻസ് കിട്ടുന്നു. ആ സ്കെലറ്റന്റെ ഷോൾഡറിന്റെ വശത്തായി ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ടായിരുന്നു. ഒരു ഐഡന്റിറ്റി കാർഡും അവർക്ക് കിട്ടുന്നു. ഹീറോയിൻ അതെടുത്ത് നോക്കുമ്പോൾ അത് ലീയുടേതായിരുന്നു. ഇവർ അന്വേഷിച്ച ലീയുടെ സ്കെലറ്റൽ റിമൈൻസ് ആയിരുന്നു അത്. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.